നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്നൊരു SME ഗണത്തിൽപ്പെടുന്ന ഓഹരിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അതിൽപ്പെടുന്ന ഒരു കമ്പനി. ഇത്തരം കമ്പനികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയായി വളർന്നേക്കാവുന്ന കമ്പനികളാണ് ഇപ്പോൾ ചെറിയ കമ്പനികളായിട്ട് അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഗ്രൂപ്പിൽപ്പെടുന്ന ഇത്തരം കമ്പനികൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള IPOകൾ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് IPOകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മെയിൻ ബോർഡ് IPOകളെ അപേക്ഷിച്ച് വലിയ ലോട്ട് സൈസുകളായിട്ടാണ് ഇവയുടെ കച്ചവടം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അപേക്ഷ മുതൽ തന്നെ മറ്റ് ഓഹരികളെ അപേക്ഷിച്ച് കൂടുതൽ പണം നമുക്ക് മുടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റൊരു പ്രത്യേകതയുമില്ല. മിഡ് ടേം ലോങ് ടേം കാര്യത്തിൽ നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന ഓഹരികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള SMBകൾ. പക്ഷേ അത് നല്ല ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് QMS മെഡിക്കൽ അലൈഡ് സർവീസസ് ലിമിറ്റഡ് എന്ന ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അത് സെപ്റ്റംബർ 27 മുതൽ 30 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു SME IPO ആണ്. ഇത് NSEയുടെ എമർജ് പ്ലാറ്റ്ഫോമിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. 47 ലക്ഷം ഓഹരികളാണ് ഇവർ ഇപ്പോൾ IPO വഴി വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 56.87 കോടി രൂപയാണ് അങ്ങനെ അവർ റേസ് ചെയ്യുന്നത് ഇതുവഴി. അതിൽ 33 കോടി രൂപ 33.88 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികൾ തന്നെയാണ്. ബാക്കി ഒരു 19 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ് കുറച്ച് ഓഹരികൾ വിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ IPOയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതൊരു മെഡിക്കൽ അലൈഡ് സർവീസസ് കമ്പനിയാണെന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും, ഈ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനിലും ഇവർ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. QMS മെഡിക്കൽ അലൈഡ് സർവീസസ് എന്ന ഈ കമ്പനി 2017 ബോംബെയിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ഇവർ ഓഫർ ചെയ്യുന്ന മെഡിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിൻ്റെ മോണിറ്റർ ഉണ്ടല്ലോ, പിന്നെ ഗ്ലൂക്കോസ് മോണിറ്റർ കിറ്റ്, പിന്നെ അതിൻ്റെ സ്ട്രിപ്പ്, പിന്നെ ദന്തൽ പ്രോഡക്ട്സ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ്, നമ്മുടെ ഈ PPE കിറ്റൊക്കെ പോലെയുള്ള, പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷനൊക്കെ വേണ്ടിയിട്ടുള്ള കിറ്റുകളും അതിനുള്ള ഉപകരണങ്ങളും, പിന്നെ സ്റ്റെത്തസ്കോപ്പ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ രംഗത്ത് നേരത്തെ പറഞ്ഞ പോലെ വിപുലമായ രീതിയിലുള്ള മെഡിക്കൽ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വളരെ ആക്റ്റീവായിട്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ പ്രോഡക്ട്സ് വിൽക്കുന്നത് ഡിവൈസ് എന്നുള്ള ആ ബ്രാൻഡ് നെയിമിലാണ്. അതുകൂടാതെ മറ്റു ചില ബ്രാൻഡുകളുടെ, ഫേമസ് ആയിട്ടുള്ള മറ്റു ചില ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷനും കമ്പനി ചെയ്യുന്നുണ്ട്. ആ ബ്രാൻഡുകൾ 3M, ഹെയ്ൻ, റോസ്മാക്സ് തുടങ്ങിയിട്ടുള്ള അറിയപ്പെടുന്ന മറ്റ് ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷനും കമ്പനി ചെയ്യുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് രംഗത്ത് QMS വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവർ PG ഡിപ്ലോമ, കാർഡിയോളജിയിലുള്ള PG ഡിപ്ലോമ പ്രോഗ്രാം, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുന്നത് ഡയബറ്റിസ് ആൻഡ് റെനൽ മാനേജ്മെൻറ്റ്, പിന്നെ കാർഡിയോളജി ആൻഡ് കാർഡിയാക് റീഹാബിലിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ആ മേഖലകളിൽ സജീവമായിട്ട് ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് QMS പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇ-കോമേഴ്സ് വഴി നല്ലൊരു വ്യാപാരം നടക്കുന്നുണ്ട്. ഇ-കോമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം തന്നെയുണ്ട്. അതിന് QMS എന്നാണ് പറയുന്നത്. QMS അവരുടെ ഓൺലൈനായിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വഴി നല്ല രീതിയിലുള്ള ഒരു വോളിയം ബിസിനസ് കമ്പനി നടത്തുന്നുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടറെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. മഹേഷ് മഖീജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കൈവശം ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 98% ഈ കമ്പനിയുടെ ഓഹരികളും അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. ഇഷ്യൂ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓഫർ ഫോർ സെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ 82.63% ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൈവശം ഉള്ള ഓഹരികൾ.
ഇനി നമുക്ക് QMS മെഡിക്കൽ അലൈഡിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളൊന്ന് പരിശോധിക്കാം. 2020 മുതൽ 22 വരെയുള്ള കണക്കുകളാണ് സംക്ഷിപ്തമായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. റവന്യൂ ആണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. 2020 72.78 കോടി രൂപയാണ് അവരുടെ റവന്യൂ ആയിട്ട് കാണുന്നത്. ഇത് എക്സ്പെൻസ് കോളമാണ്. നെറ്റ് ഇൻകം നോക്കൂ, 6.35 കോടി രൂപ അവർക്ക് ആ വർഷം നെറ്റ് ഇൻകമായിട്ടുണ്ട്. റവന്യൂ അടുത്ത വർഷം നോക്കുകയാണെങ്കിൽ 2021 കഴിഞ്ഞ വർഷം 72 ആയിരുന്നെങ്കിൽ ഈ വർഷം 2021 122.09 അവരുടെ റവന്യൂ. അതായത് നല്ലൊരു വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകത്തിൽ നോക്കൂ, അതിന് മുൻപത്തെ വർഷം 6.35 ആയിരുന്നെങ്കിൽ ഇവിടെ 10.92 നെറ്റ് ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വളർച്ച എന്ന് പറയുന്നത്. 10.92. ഇനി 2022 എന്നുള്ള ഏറ്റവും പുതിയ കണക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ 147.75 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ കാണിക്കുന്നത്. നെറ്റ് ഇൻകം ആവട്ടെ 10.71 കോടി രൂപയും. അപ്പോൾ മുൻവർഷത്തെ 10.92 നിന്ന് നേരിയ ഒരു കുറവ് മാത്രമേ കാണുള്ളൂ. ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ് നെറ്റ് ഇൻകം കാണുന്നത്. പക്ഷേ ഈ വർഷം 2022 അവരുടെ റവന്യൂ ആൻഡ് സർപ്ലസ് എന്നുള്ള ആ കോളത്തിൽ വലിയൊരു നീക്കിയിരിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് വളരെ മികച്ചതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി EPS നോക്കുകയാണെങ്കിൽ 7.11 ഏറ്റവും പുതിയ EPS. PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 17.02, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 34.5%, പിന്നെ ബുക്ക് വാല്യൂ പെർ ഷെയർ 20.62 കമ്പനിയുടെ കാണുന്നത്. അതുപോലെ നമ്മളുടെ ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡും ലീഡ് മാനേജർ ഫസ്റ്റ് ഓവർസീസ് ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന കമ്പനിയുമാണ്. SME ഓഹരി എന്താണെന്ന് അറിയാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ മതിയാവും. നമുക്കിപ്പോൾ ഈ QMS എന്ന് പറയുന്ന ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 27-ാം തീയതി തുടങ്ങും, ഈ 30-ാം തീയതി ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്ന അത്രയും ദിവസങ്ങളിലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ബാൻഡ് അല്ല, ഫിക്സഡ് പ്രൈസാണ്. 121 രൂപയാണ് ഒരു ഷെയറിന് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ്. ഇനി ഇത് ടോട്ടൽ ഫ്രഷ് ഓഹരികൾ 33.88 കോടി രൂപയ്ക്കുള്ളതുണ്ട്. അതായത് 28 ലക്ഷം ഓഹരികളാണ് അത്തരത്തിൽ പുതുതായിട്ട് കമ്പനി പുറത്തിറക്കുന്നത്. അതുപോലെ ഓഫർ ഫോർ സെയിലായിട്ട് 19 ലക്ഷം ഓഹരികളാണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 22.99 കോടി രൂപയ്ക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 47 ലക്ഷം ഓഹരികളാണ് ഈ ഇഷ്യൂൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് 56.87 കോടി രൂപയാണ് ഒരു ടോട്ടൽ റേസ് ചെയ്യുന്നത്. ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 1000 ഓഹരികൾ വരും. അതായത് 121 × 1000, അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു 121 വില. അപ്പോൾ × 1000 ആകുമ്പോഴത്തേക്ക് 1,21,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം ഈ ഓഹരി അപേക്ഷിക്കാനായിട്ട്. അത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരിക. 10 രൂപയാണ് ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് റീറ്റെയിലേഴ്സിന് 50% അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 50% റീറ്റെയിലേഴ്സിന് സാധ്യതയുള്ളൊരു കമ്പനിയാണിത്. NSEയുടെ എമേർജ് എന്ന് പറയുന്ന പ്രത്യേക SME പ്ലാറ്റ്ഫോമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 6-ാം തീയതിയാണ്. റീഫണ്ട് 7-ാം തീയതി. അതായത് ഷെയർ കിട്ടാത്തവർക്ക് പൈസ തിരിച്ചു വരുന്നത് 7-ാം തീയതിയാണ്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് 10-ാം തീയതി ക്രെഡിറ്റ് വരും. പിന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 11-ാം തീയതിയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം എന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിച്ചപ്പോൾ വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽസ് ആണ് കണ്ടത്. മാത്രമല്ല മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡിലെ എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഈ 2 രംഗങ്ങളിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അത് വളരെ ഫ്യൂച്ചറുള്ള ഒരു മേഖല തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ റിസർവ് ആൻഡ് സർപ്ലസ് വളരെയധികം കൂടി ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് മികച്ചതാണ്. പക്ഷേ ചെറുകിടക്കാർ വേണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാം. കാരണം ഇതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീരെ ചെറിയ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലാത്തവർക്ക് ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ മിഡ് ടേം ലോങ് ടേം ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഷെയർ വാങ്ങി വയ്ക്കാവുന്നതാണ് ഉറപ്പായിട്ടും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
QMS മെഡിക്കൽ അലൈഡ് സർവീസസ് ലിമിറ്റഡ് എന്ന SME കമ്പനിയെ കുറിച്ചുള്ള IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ്, അതും മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.